ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഒരുക്കി വയ്ക്കുന്ന സാധനങ്ങളും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരുക്കി വെച്ചിട്ടുള്ള റെസിപ്പികളൊക്കെ അടുത്തൊരു തിങ്കളാഴ്ചത്തെ വീഡിയോയിലൊക്കെ വരും. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ 3 ആൾ എന്നെ കാത്തിരിക്കുകയാണ്. അവർ നേരെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വാതിൽ തള്ളിയൊക്കെ തുറന്ന് അകത്തേക്ക് കയറും കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ ചീര അവിടെയൊക്കെ കുറച്ച് അധികം ചീര മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം ഇരുട്ടാകുമ്പോഴേക്കും അത് അത്ര അവിടേക്ക് പോകാൻ പറ്റില്ല, നിറയെ പുല്ലല്ലേ, പിന്നെ കരിങ്കല്ലും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം തന്നെ ചീര മുറിച്ച് കൊണ്ട് വെച്ചു കേട്ടോ. വൈകുന്നേരത്തേക്ക് ഇന്ന് രാവിലെ തട്ടിക്കൂട്ട് പരിപാടികളായിരുന്നു. അത് കാരണം ഇന്ന് വൈകുന്നേരം ഇത്തിരി ജോലികളുണ്ട്. രാവിലെ ഞാൻ അധികം ജോലികൾ ചെയ്തായിരുന്നില്ല, വേറെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അത് കാരണം വലിയ ഇതൊന്നും കുക്കിംഗ് ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട് വൈകുന്നേരം ഇത്തിരി പണി കൂടിയിട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെയൊന്നുമല്ല, പക്ഷെ ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ച് പിന്നെ ഞാൻ പോയി ഡ്രസ്സ് മാറി പിന്നെ ചോറൊക്കെ എടുത്ത് ഒരു പത്തിലാക്കി ഇങ്ങോട്ട് ഒന്ന് കഴുകൂട്ടാ. ചില ചോറ് കഴുകേണ്ടി വരും, ചില ചോറ് കഴുകേണ്ടിയൊന്നും വരില്ല. ഒന്ന് കഴുകിയിട്ട് അത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ചോറ് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് അടുക്കള അത്ര വലിയ വൃത്തികേട് ഉണ്ടായിരുന്നില്ല. സാധാരണ വരുമ്പോൾ നിറയെ പാത്രങ്ങളും ആകെ ഇതൊക്കെ ആവാറ് പതിവ്. പറഞ്ഞ് പിള്ളേർ നന്നായി തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ രാവിലെ വെച്ചിരുന്ന ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ആ പാത്രങ്ങളൊക്കെ എടുത്ത് കൊട്ടത്തളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്യാസുമ്മ ഇവർ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിറയെ ഓരോ വെളിച്ചെണ്ണയും ഇതൊക്കെ പൊട്ടിത്തെറിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ആദ്യം തന്നെ തുടച്ചോന്ന് വെച്ചാൽ ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് ചെന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലല്ലോ. അത് കാരണം കൊണ്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ആദ്യം തന്നെ ചൂടാവണമായിട്ട് മുന്നേ തന്നെ തുടച്ചു. പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ വരുമ്പോൾ എനിക്ക് അടുക്കള വൃത്തിയാക്കിയിട്ട് നിന്ന് പണിയെടുക്കുമ്പോഴാണ് കൂടുതലൊരു സുഖം തോന്നുന്നത്. അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം. അതൊക്കെ ചെയ്ത് വെടുപ്പാക്കി. പിന്നെ പാത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെച്ച എൻ്റെ കലവും 2-3 പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അധികം പാത്രങ്ങളൊന്നും കഴുകാനായിട്ട് ഉണ്ടായിരുന്നില്ല. ചില ദിവസം നിറയെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. രാവിലെ കൂടുതൽ കുക്കിംഗ് ചെയ്ത് കൂടുതൽ വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒഴിഞ്ഞ ആ പാത്രങ്ങളുണ്ടാവും. ഇന്ന് പിന്നെ അധികം കുക്കിംഗ് കാലത്ത് ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ. രാവിലെ എന്തോ രസവും മുട്ട വറുത്തതും പിന്നെ ചെമ്മീൻ ചമ്മന്തി അങ്ങനെ എന്തൊക്കെയോ, ചെമ്മീൻ ചമ്മന്തി അല്ല, അങ്ങനെ എന്തൊക്കെയോ ചെയ്ത 2-3 തരത്തിൽ കുഞ്ഞു ഐറ്റംസുകളായിരുന്നു ഇന്ന് രാവിലെ. അപ്പോൾ അത് കാരണം കൊണ്ട് രസം പിന്നെ അധികം അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓവറായിട്ട് രസം വയ്ക്കുമ്പോഴേ ടേസ്റ്റ് ഇല്ലാണ്ടാവുകൊണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ട് അത്ര ചിലവാവില്ല. കുറച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റും ആവും, ചിലവാവും ചെയ്യും ഒക്കെയാണ് കേട്ടോ. പിന്നെ ചീര ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ നിറയെ വെള്ള കുത്തു പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കാൻ നോക്കി, പക്ഷെ ആ കുത്തു അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ പോണില്ല. അപ്പോൾ ആ കുത്തൊക്കെ ഉള്ള ഇലകൾ നുള്ളിക്കളഞ്ഞ് നന്നായിട്ട് നോക്കി എടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ ആ പുല്ലിൻ്റെ ഇടയിൽ നിന്നിരുന്ന ചീര കുറേ ദിവസമായിട്ട് ആ ചീര കാണാണ്ട് കണ്ടുപിടിച്ചത് ഞാൻ ഏതോ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വലുതായി കേട്ടോ, നല്ല കരുത്തായി. അന്ന് കണ്ടപ്പോൾ തീരെ കരുത്തില്ലാണ്ട് അത്ര നല്ല ചീര അല്ലാണ്ടൊക്കെ നിന്നിരുന്നത്. ചേട്ടാ അതിനിടയ്ക്ക് ഓരോന്നൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചീരയായിട്ട് പോന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഇലക്കറികളൊക്കെയും നമുക്ക് വിഷമില്ലാത്ത ഇലക്കറികൾ കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വെട്ടുകാട് ഇവിടെ വീട് വെച്ചപ്പനെ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ആ ഇലകൾ ബാലൻസ് ഉള്ളതും ഒക്കെ കൊണ്ട് കളഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ ഈ വേസ്റ്റ് ഇടുന്ന പാത്രത്തിൽ നിറയെ ഓരോന്നുണ്ട്. പിള്ളേർ മാങ്ങ ചെത്തിയിട്ടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിറയെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് അവിടെ ഇരുന്നുണ്ടെങ്കിൽ ആകെ വൃത്തിയേടാ. അപ്പോൾ അത് കൊണ്ടുപോയി കളഞ്ഞ് ആ പാത്രം ഒന്ന് കഴുകി വെച്ച് ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഊറ്റി വെച്ചു. ഇനി ചീര അരിയാന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു സമയത്തെ പണിയുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, അതിൽ കേടുകളുണ്ട്. ഇനി അരിയുമ്പോഴും ഞാൻ നല്ല പോലെ നോക്കി ശ്രദ്ധിച്ച് അങ്ങനെ തന്നെയാണ് അരിഞ്ഞത്. പിന്നെയും ഒരു 5-10 ഇലയൊക്കെ കേടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നുള്ളിക്കളഞ്ഞ് അങ്ങനെ ചെറുതാക്കി അങ്ങനെ തണ്ടൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ല തണ്ടായിരുന്നു. അപ്പോൾ അതും കനം കുറച്ചും കൂടെ അരിഞ്ഞെടുത്തു. 2 ദിവസമൊക്കെ ഇടവിട്ടിട്ട് വീഡിയോ ആകുമ്പോൾ കുറേ ദിവസമായിട്ട് എത്തണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൂട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞോളാം. പിന്നെ ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡെയിലി കാത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണവരുണ്ട് രാവിലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അവർക്കൊക്കെയും എന്താ ചെയ്യുക, വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്, പറ്റാണ്ടാണ്. അപ്പോൾ അത് ആ ചീനച്ചട്ടി വെച്ച് ചുവന്നുള്ളിയും ഇത്തിരി വെളുത്തുള്ളി കൂടുതൽ ഇട്ടു കേട്ടോ. ഇന്ന് നാളികേരം കഴിഞ്ഞിട്ടുണ്ട്, ചേട്ടൻ വന്നിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ വരെ കൂട്ടാൻ വയ്ക്കാൻ കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ച് കറിവേപ്പില ഇട്ടില്ല കേട്ടോ. ചതച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ ചീര ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് നാളികേരം അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ.
എൻ്റെ വീട്ടിലൊന്നും ഇതിലൊന്നും നാളികേരമൊന്നും ഇട്ടില്ല. ഇവിടെ പച്ചപ്പയർ, ചീര, മിക്ക ഐറ്റംസിലും നാളികേരം ഇട്ടിട്ട് വെക്കുന്നതാണ് എൻ്റെ അമ്മ. അപ്പം അങ്ങനെ തന്നെ ഞാനും അങ്ങനെ ഇവിടെ അങ്ങനെ ചെയ്തു പോകുന്നു മാത്രം. പിന്നെ നാളികേരം ഇല്ലാണ്ടാക്കി ആയിട്ട് വെച്ചപ്പം എല്ലാവർക്കും ഇഷ്ടമായി. ആദ്യത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നാളികേരം ഇടാണ്ട് വെച്ചത്. പക്ഷേ ശ്രീകുട്ടനും ചേട്ടനും എനിക്കൊക്കെ നാളികേരം ഇടാണ്ട് വെച്ചപ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. ഞാൻ പച്ചമുളക് ഉണ്ടാക്കിയാൽ നോക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഒന്നും കാണണില്ല പച്ചമുളക്. എന്നുവെച്ചാൽ ഇലയുടെ ഉള്ളിൽ നിന്നിട്ടേ കുഞ്ഞു കുഞ്ഞു മുളകുകളല്ലേ, അപ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ തിരിച്ചു പോന്നു, പച്ചമുളക് പൊട്ടിച്ചില്ല. അപ്പോൾ അങ്ങനെ ചീരയൊക്കെ വാടി നല്ല അടിപൊളി ടേസ്റ്റായി. വെളുത്തുള്ളിത്ത് മുന്നിട്ട് നിൽക്കുമ്പോൾ ചീരയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് മാത്രം കൂട്ടിയിട്ട് ചോറുണ്ടാൽ ശരിയാവില്ല, ഒരു ചമ്മന്തിയും കൂടി വേണ്ടി വരും എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതാ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് വെളുത്തുള്ളി വേണ്ട കേട്ടോ, ഇതിൽ ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ ഒന്ന് കഴുകിങ്ങാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയും മതി. അപ്പോൾ ഇതൊന്ന് വഴണ്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്കതിലൊരു കുഞ്ഞ് പീസ് പുളിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് നല്ലത്. അങ്ങനെ വല്ലാണ്ട് ചിലവർക്ക് വല്ലാണ്ട് ചമ്മന്തി അരയ്ക്കേണ്ടതൊക്കെ തന്നെയാവും ഇഷ്ടം. ഞാൻ ഓഫീസിലൊരു ചേച്ചിയുണ്ട് കേട്ടോ, ആൾക്ക് ഒക്കെ നന്നായിട്ട് അരയണം, അതാണ് ചമ്മന്തിയുടെ ടേസ്റ്റ്. പക്ഷേ ശരിക്കും ചമ്മന്തി എന്ന് പറയുന്നത് നമ്മൾ അമ്മയുമൊക്കെ അരയ്ക്കുമ്പോൾ മുഴുവൻ അങ്ങോട്ട് അരയാണ്ട് ഒരു തരിതരിപ്പോട് കൂടി അങ്ങനെയുള്ളതാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറ്. ഇതൊക്കെ വറുത്തുങ്ങാണ്ട് അതാ നമ്മുടെ കുഞ്ഞ് മിക്സിയിലേക്ക് ഇട്ടു കേട്ടോ. അപ്പം അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അതുമ്മ അരച്ചെടുക്കുന്നതാവും നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ കുഞ്ഞോരലുണ്ടല്ലോ അതുമ്മ ചതച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ പോലെ ഇതേപോലെ ചെയ്യുക, കുഞ്ഞ് ജാറിലിട്ടിട്ട് 2-3 ഇതടിക്കുക. അങ്ങനെ അടിച്ചതാ അതും കൂടിയും എടുത്തു വെച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ചോറുണ്ടാകാൻ വന്നിരുന്ന നേരത്തെ ശ്രീകുട്ടനും കൂടി വന്നിരുന്നതായിരുന്നു. ആ നേരത്തെ എന്തോ ഗൂഗിൾ മീറ്റ് അങ്ങനെ എന്തോ വിളിച്ചു. എക്സാം തുടങ്ങിയിട്ടില്ല. എക്സാം ഏപ്രിൽ 1-ാം തീയതി ആണെന്ന് തുടക്കം. പിന്നെ 1 മണിക്കൂറോളം ഞങ്ങളിത് അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം ആദ്യമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ശ്രീകുട്ടൻ വന്നു കേട്ടോ, ഗൂഗിൾ മീറ്റൊക്കെ കഴിഞ്ഞ്. പിന്നെ ഞങ്ങളുടെ ഫുഡ് അപ്പോഴേക്കും കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അവൻ തന്നെ ഇരുന്ന് കഴിച്ച് ഞങ്ങൾ വർത്താനം പറയും. അപ്പോൾ ആദിത്യൻ ചേട്ടനെ കളിയാക്കുക, അത് ആ ചുണ്ട് മാത്രം ചവയ്ക്കണത് പശു വയ്ക്കണ മാതിരി കാണുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ കളി. അച്ഛനും ചേട്ടനും അവനും ഭയങ്കര അങ്ങോട്ടും ട്രോളൽ കൂടുതലാട്ടോ. എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവരങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ 1 മണിക്കൂറോളം അവിടെ കിടന്ന്. അപ്പോൾ നല്ല സമയം പോയി, 9 മണിക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ വന്ന് വെള്ളയപ്പത്തിന് ആട്ടാനായിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിയൊന്ന് കഴുകി എടുത്തു. അപ്പോൾ നാളേക്ക് വെള്ളയപ്പം വയ്ക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ ഗ്യാസ് കഴിഞ്ഞ കാരണം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാറില്ല. ഇൻഡക്ഷൻ വെച്ച് നമ്മൾ എന്തോരം ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഇത്തിരി ചോറ് കൂടുതലിട്ടു കേട്ടോ. ചോറ് കൂടുതലുണ്ടായിരുന്നു ബാലൻസ്, അത് കാരണം. പക്ഷെ ചോറ് കൂടുതലിടുമ്പോൾ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ മൊരിച്ചൽ കിട്ടില്ല, ഭയങ്കര സോഫ്റ്റ് ആവും. പഞ്ചസാര കൂടുതലിട്ടുണ്ടെങ്കിൽ മൊരിയും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തിരി പഞ്ചസാരയും ചോറും നാളികേരവും ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത്, ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രം. ഇനിയിപ്പോൾ ആരെങ്കിലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കങ്ങനെ തോന്നാറുണ്ട്. നമുക്ക് എത്ര അറിയണ ഒരു റെസിപ്പി ആയാലും വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകണപ്പോൾ ഇവർ എന്തെങ്കിലും പ്രത്യേകത ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കാൻ ഒരാകാംക്ഷ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ചേട്ടൻ പിറ്റേ ദിവസത്തേക്കുള്ള നാളികേരം പൊതിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് നന്നായിട്ട് കലക്കിയിട്ട് വെക്കണം കേട്ടോ, എന്നാലാണ് പൊന്തുക. പിന്നെ നേരം വൈകില്ല അരയ്ക്കാൻ. ശരിക്കും സാമ്പാറിൻ്റെ ഇഡ്ഡലിക്കൊക്കെ സന്ധ്യയാകുമ്പോൾ അരച്ച് വെച്ചാലാണ് നന്നായിട്ട് പൊന്തുക. പിന്നെ ഞാൻ എല്ലാതും അരിഞ്ഞ് വെക്കാനുള്ള പ്ലാസ്റ്റിക് ബൗളുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ചോറ് കുറച്ച് ബാലൻസ് ഉണ്ട്, അതൊരു ബൗളിലാക്കി ആദ്യം വെച്ച് ആ ഒരു പാത്രങ്ങൾ കൗണ്ടർ ടോപ്പിൽ കിടക്കണ പാത്രങ്ങളൊക്കെ നിറയെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല, ഒരു ഭംഗികേടാണ് അല്ലേ. എനിക്ക് കൗണ്ടർ ടോപ്പ് ഒഴിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ അടുക്കളയിൽ കൗണ്ടർ ടോപ്പ് ഒഴിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നല്ലത് പറ്റില്ല, നടക്കണ കാര്യമല്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കിയത് എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചല്ലേ പറ്റൂ. പിന്നെ നാളികേരം വെള്ളയപ്പത്തിന് ചെരുകിയത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ബൗളിലാക്കി അതും വെച്ചു. ചേട്ടൻ കൊണ്ടുവന്നാട്ട ആ ഒരു നീല ബൗള് നല്ല അടിപൊളി, നല്ല കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ബൗളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പകർത്തി വെച്ച് കഴിഞ്ഞു. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി. അപ്പോൾ അതും ഞാനൊരു പാത്രത്തിലാക്കി. ഇനി പാതിരയ്ക്ക് ചോറുണ്ണാൻ വരണവരും ഉണ്ടാവും വരാത്തവരും ഉണ്ടാവും. പക്ഷെ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ, ചിലപ്പോൾ അങ്ങനെ ഒരു പതിവുണ്ട്.
ഇന്ന് പക്ഷേ അങ്ങനെ കാത്തു വെച്ചപ്പോൾ ഒരാളും വന്നില്ല കേട്ടോ. ആദ്യത്തെ വെക്കേഷൻ ആയതിൻ്റെ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാനും ശ്രീകുട്ടൻ എക്സാം ആയതുകൊണ്ട് പഠിക്കാനൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കാരണം പിന്നീട് കഴിക്കാനൊന്നും ആരും വന്നില്ല. അപ്പോൾ അതാ ഒന്ന് ഒതുക്കി വെച്ച് വേഗം അവിടെ ഉണ്ടായ വേസ്റ്റ് ഒന്ന് തടുത്തൂട്ടി അത്രേ ചെയ്തോളൂ കേട്ടോ. തുടയ്ക്കാനൊന്നും ഈ ഒരു നേരത്ത് നിന്നില്ല. അവിടെ ഒന്ന് തുടച്ചു, നമ്മൾ ആ ഉപയോഗിക്കുന്ന സ്ഥലം മാത്രം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എടുത്തു കേട്ടോ. സോയ ഞാൻ കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുറിച്ച് ഒരു ബൗളിലേക്ക് ആക്കി വയ്ക്കുകയാണ്. എനിക്ക് മുറിച്ചിട്ട് സോയ വെക്കേണ്ടതാണ് നല്ല ഇഷ്ടം കേട്ടോ. അങ്ങനെ അത് ഒരു ബൗളിലേക്ക് ആക്കി അത് മാറ്റി വെച്ചു. പിന്നെ അടുത്തത് അതിലേക്കുള്ള സവോളയും ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. ഇനി അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇതിലങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഏതായാലും ടേസ്റ്റും ആവും, നമ്മുടെ ഐറ്റംസ് നശിച്ചും പോവില്ല. പിന്നെ വാഴക്കുടപ്പൻ ഇരിപ്പുണ്ടായിരുന്നു. ഇനി അധിക ദിവസം അത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് 2-3 നല്ലോണം പൊളിച്ച് കളഞ്ഞിട്ട് ചേട്ടൻ അത് അരിഞ്ഞ് തരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് സവോളയും ഇഞ്ചിയും ചതച്ചതും അങ്ങനെ എല്ലാതും വേറൊരു ബൗളിൽ ആക്കി വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴേക്കും വാഴക്കുടപ്പൻ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്മി വെച്ചു. അപ്പം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ കഴുകാറ് പതിവുണ്ട്. കൂട്ടുകാർ പറഞ്ഞപ്പോഴാണ്, പിന്നെ ഓഫീസിലെ ചേച്ചി ഞാൻ നാളെ പറഞ്ഞില്ലേ ഈ വിശേഷം എന്നൊന്നും പറയുന്നത് ബോറാവും. അങ്ങനെ അത് കൂട്ടി തിരുമ്പി അതും അടച്ചു വെച്ചു. അപ്പം നമുക്ക് ഉപ്പേരിക്കുള്ളതും ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കറിയും അത്രയ്ക്കായിട്ടുണ്ട്. ഇനി ഒരു ചാറുകറിയും കൂടി വേണമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചേ മാങ്ങക്കറി വയ്ക്കാം. എന്ന് വെച്ചാൽ ചെനച്ച മാങ്ങ കൊണ്ടാണ് മാങ്ങക്കറി വയ്ക്കുക. ഞങ്ങൾക്ക് ആനന്ദപുരത്ത് എപ്പോഴും വിഷുവിന് വിഷുക്കട്ട കൂട്ടി കഴിക്കാൻ പപ്പടവും മാങ്ങക്കറിയാണ് അമ്മ ഉണ്ടാക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല തേങ്ങാപ്പാലിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ. പിന്നെ ഒരു കാര്യമുണ്ട്, കുഞ്ഞു തന്നെ അരിയണം കേട്ടോ. എൻ്റെ ചോപ്പർ കേടായിപ്പോയി. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ അരിയുമ്പോൾ ഇതാണെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം വീതിയുള്ള കാമ്പുള്ള മാങ്ങയായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ അരിയുമ്പോൾ ഞാൻ ഇടയിലൊക്കെ ഒരു മുറി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്തിരി വലുപ്പമായി, കനം കുറഞ്ഞു, പക്ഷേ വലുപ്പത്തിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഇത്തിരി അധികം മാങ്ങ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ നല്ല ടേസ്റ്റ്. പിന്നെ നാളികേരക്കൊത്ത് ഇന്ന് തന്നെ ഇത്രയ്ക്ക് ആക്കി വെച്ചു. പച്ചമുളക് അരിഞ്ഞ് അതും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി അതിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഈ മുളകിന് അധികം മൂത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അത്ര ഇങ്ങോട്ട് ഒരു പച്ചമുളക് കിട്ടേണ്ട വന്നില്ല. വാങ്ങിക്കുന്ന പച്ചമുളക് കാണിച്ചാൽ അതും മൂക്കാത്തതായിരുന്നു പ്രാവശ്യം കിട്ടിയത്. അത് കാരണം രക്ഷയില്ല. മുളക് പൊടി കാണിച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ് കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് എല്ലാതും സെറ്റാക്കി ബൗളുകളിലേക്കൊക്കെ ആക്കി ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുക വേണ്ട. അപ്പോൾ എല്ലാതും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ചേട്ടൻ ഇന്ന് ചോറ് വെച്ചേക്കില്ല. അത് കാരണം വലിയ ജോലിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ വേഗം വേവണ അരിയാണ്. അപ്പോൾ തലേദിവസം വെച്ച് ഇറക്കി വെച്ചാൽ റെഡി ആവില്ല. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ബാക്കിയുള്ള പാത്രങ്ങളും കഴുകി ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ കൗണ്ടർ ടോപ്പും അത്യാവശ്യം നമ്മൾ ആ പൈപ്പ് പാത്രം കഴുകണ ആ ഭാഗത്തുള്ള വെള്ളവും ആ ഒരു ചുമരുണ്ടല്ലോ അവിടെ സൈഡും പിന്നെ ഗ്യാസ് ഉപയോഗിക്കണതിൻ്റെ സൈഡും അവിടെയാണ് ഞാൻ എപ്പോഴും തുടക്കുക. മിക്സിയുടെ ഭാഗത്തും മോശമൊന്നും ഇല്ല കേട്ടോ. അടുക്കളയല്ലേ എത്രയായാലും എന്തെങ്കിലുമൊക്കെ തെറിക്കും. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ചേട്ടൻ എന്തോ പഞ്ചസാരയൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു, അത് അഴിച്ചിട്ടു. പിന്നെ ഞാൻ എന്താ അടിച്ചു വാരി വാതിലൊക്കെ അടച്ചു പോന്നു. കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനായിട്ടോ. പിന്നെ ഞാൻ ആ ഹോളൊന്ന് പോയി അടിച്ചു വാരി തുടയ്ക്കാമെന്ന് ചോദിച്ചു. വെച്ചാൽ അവിടെ കിടക്കണം. ഇപ്പോൾ ചൂട് അത്രയായിട്ട് കുറച്ച് നേരം പായിട്ട് കിടന്ന് വാതിലൊക്കെ തുറന്ന് കിടന്ന് ഒരു തണുപ്പാകുമ്പോൾ വാതിലടയ്ക്കുക. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അടുക്കളയിൽ ടൈലിട്ട കാരണം ആദ്യം അവിടുത്തെ തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഹാളിലേക്ക് തുടയ്ക്കാൻ വരുന്നത്. അല്ലെങ്കിൽ ഹാളിൽ എന്തായാലും അഴുക്കുണ്ടാവും. അടുക്കളയിൽ അത്ര അഴുക്കുണ്ടാവില്ലല്ലോ. ടൈല് ആരോണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ ടൈലിടാത്തതെന്ന്. ഞാനൊരു പൈസ ഇല്ലാണ്ടാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് പണി കഴിഞ്ഞപ്പോൾ ടൈലിടാനുള്ള പൈസ തികഞ്ഞില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ടൈലിട്ടിട്ട് വീട്ടിൽ കയറി താമസിക്കാമെന്ന് അതിന് പറ്റില്ല. അടുത്തൊന്നും നടക്കില്ല ആ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കയറി, അത്രയേ ഉള്ളൂ. ഇനി പൈസ ഉണ്ടാകുമ്പോൾ ഈ ഇപ്പോഴത്തെ കടങ്ങളൊക്കെ വീടുമ്പോൾ ടൈലൊക്കെ ഇട്ട് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ കിടക്ക വരി 2-3 ദിവസം ഇവിടെ കിടക്കണമെന്നില്ലെങ്കിലും ഒരു വൃത്തിയില്ലാണ്ട് കിടക്കണം. അപ്പം ഞാൻ 2 കവർ ഇടും കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു സിബുള്ളൊരു കവറുണ്ട്. പിന്നെ 2 വിരിയും കൂടി വിരിക്കും. അങ്ങനെ ആദ്യത്തെ വിരി വിരിച്ചു, മുകളിലത്തെ നമ്മുടെ മിക്കി മൗസിൻ്റെ വിരി വിരിച്ചു കേട്ടോ. 1 വർഷമൊക്കെ ഈ വിരികൾ നിൽക്കുള്ളൂ കേട്ടോ. നമ്മൾ ഓഫറിന് വാങ്ങിച്ചത് അത്ര അങ്ങോട്ട് നിൽക്കണില്ല. ഞാൻ 500 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച വിരികൾ കോട്ടൻ്റെ ഇപ്പോഴും ഒരു കേടും ഇല്ലാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടാവില്ല വീഡിയോയിൽ. അത് കാരണം കൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് വിരിക്കണില്ല. ഇപ്പോൾ ഒക്കെ കോട്ടൻ്റെ വിരികളാണ് കേട്ടോ നല്ലത്. തലവണ കവർ മാറ്റേണ്ട കാര്യമുണ്ടല്ലോ, ഭയങ്കര മടിയാണ് എനിക്ക്. ഇത്തിരി ടൈറ്റാണത്. അതുകൊണ്ടാണ്
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഷോർട്ട് വീഡിയോ കണ്ടോളൂ, ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്തോളൂ.